ഗുരുവായൂർ ക്ഷേത്ര ആചാര ലംഘനത്തെ ന്യായീകരിച്ച് ഗുരുവായൂർ ദേവസ്വം ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെടുന്നുവെന്ന് ദേവസ്വത്തിന്റെ സത്യവാങ്മൂലം. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കുന്നതിനു വേണ്ടിയെന്നും ദേവസ്വം ഹൈക്കോടതിയെ അറിയിച്ചു. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ശ്രീകോവിൽ അധിക സമയം അടച്ചിടാതെ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ദേവസ്വത്തിന്റെ നിലപാട്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. വർഷങ്ങളായി ദർശന സമയത്തിന്റെ 5 മണിക്കൂറോളം ഉദയാസ്തമന പൂജയ്ക്കായി ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ഏകാദശി നാളിൽ തിരക്ക് വർദ്ധിക്കും. തുടർന്ന് ബദൽ മാർഗം സംബന്ധിച്ച് തന്ത്രിക്ക് മുന്നിൽ ദേവസ്വം അപേക്ഷ മുന്നോട്ട് വെച്ചു. തന്ത്രിയുടെ ആവശ്യപ്രകാരം നടത്തിയ ദേവഹിതം വൃശ്ചിക ഏകാദശി ഉദയാസ്തമന പൂജ തുലാമാസത്തിലേക്ക് മാറ്റുന്നതിന് അനുകൂലമായിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ തന്ത്രി കുടുംബാംഗങ്ങളുടെ ഹർജിയിലാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ സത്യവാങ്മൂലം. ഹർജി കുടുംബ വഴക്കിന്റെ ഭാഗമെന്ന് വ്യക്തമാക്കിയ ഗുരുവായൂർ ദേവസ്വം ചേന്നാസ് മനയിലെ അംഗങ്ങൾ മാത്രമാണ് ഹർജിക്കാരെന്നും തന്ത്രി കുടുംബാംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി. ദേവസ്വമാണ് ഏകാദശി ഉദയാസ്തമന പൂജ വഴിപാടായി നടത്തുന്നതെന്നും ആചാരമല്ലാത്തതുകൊണ്ട് ആചാര ലംഘനം നടന്നുവെന്ന് പറയാനാകില്ലെന്നും ഗുരുവായൂർ ദേവസ്വം വാദമുന്നയിച്ചിട്ടുണ്ട്. തന്ത്രി ഒന്നേയുള്ളൂ. പല ആചാരങ്ങളിലും ചടങ്ങുകളിലും മുൻ തന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏകാദശി ദിവസം ഭക്തർക്ക് കൂടുതൽ ദർശന സമയം അനുവദിക്കുകയെന്നത് കടമയാണെന്നും ഉദയാസ്തമന പൂജ ആചാരമാണെങ്കിൽ അക്കാര്യം സിവിൽ കോടതിയിൽ സ്ഥാപിക്കേണ്ടതുണ്ടെന്നുമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. ജനം, കൊച്ചി.